ഹായ് അസ്സലാമു അലൈക്കും. ഞാനൊരു ക്യാരറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നല്ലൊരു സ്നാക്സാണ്. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതൊന്നും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഉണക്കമുന്തിരിയില്ല അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് കോരി മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കളർന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് കണക്ക് റെഡിയാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു സ്നാക്സ് ആയിരുന്നത്. അതിൽ പിന്നെ മൈദയൊന്നും ചേരുന്നതല്ല, നമ്മൾ ക്യാരറ്റും മുട്ടയും അങ്ങനെ, അതുകൊണ്ട് തന്നെ നമുക്കിത് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് എന്നും പറയാം. ഇനി അതിലേക്ക് ഒരു ബോൾ ചിരകി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് നമുക്ക് എല്ലാം ക്യാരറ്റും തേങ്ങയുടെയൊക്കെ കളറൊന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ക്യാരറ്റ് റെഡിയാക്കിയ സമയത്ത് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 4 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് 1/4 സ്പൂൺ ഏലക്കപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഇല്ല അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയില്ലേ അതിൻ്റെ 1/4 ഭാഗം ഞാൻ കുറച്ച് മാത്രം നമ്മൾ ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിൽ നെയ്യോ ബട്ടറോ ഒന്ന് തടകിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഇല്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ബാലൻസ് ഇല്ലേ അത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുട്ട ആയതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. ഇനി മറ്റൊരു പാനിലേക്ക് ഒരു നെയ്യോ ബട്ടറോ ഒന്ന് തടകിയതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുത്ത് മറുവറവും കൂടെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നൊരു സ്നാക്സും കൂടിയാണ്. ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സ്നാക്സാണിത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.